ഒരു മാറ്റിന്റെ അടുത്ത് 10 ഒക്കെ എടുക്കുമ്പോഴത്തേന് അതിന്റെ സംഖ്യ കിട്ടുമല്ലോ. അല്ലേ അതെ ശരി 10 2500 കിട്ടുമല്ലോ അല്ലേ? ആ വലിയ ഭാഗത്ത് പല വിലക്കുകളുണ്ട്. 200 കിലോയ്ക്ക് മേളിലോട്ടുള്ളതൊക്കെ ഒരു 80-90 രൂപയ്ക്കകത്ത്. ഇറച്ചിയുടെ ഇതല്ലേ? ഇറച്ചിയുടെ ഇതനുസരിച്ച് കൊടുക്കുന്നത്. പെരുന്നാക്കാർക്കൊക്കെ പറ്റിയ കാളയുണ്ടായിരുന്നു, പോത്തും ഉണ്ടായിരുന്നു. തീർന്നു രണ്ട് കാളകളും ബാക്കിയെല്ലാം കാളയെല്ലാം കൊടുത്തല്ലേ. പിന്നെ പോത്ത് 400 പോത്തോളം വന്നല്ലേ? 400 നമുക്ക് വിലക്കുറേ കിട്ടുന്നുണ്ടല്ലേ? എന്നെ പോത്ത് മാന്യമായ വിലയ്ക്ക് എല്ലാവരും കൊടുക്കുന്നത്. 400 പോത്ത് തന്നെ ഈ കിടക്കുന്ന ഇത്രയും കന്നേ ഉള്ളൂ. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പെരുന്നാളായതുകൊണ്ട് നിങ്ങൾ വലിയ പോത്തിനെ വലിയ പോത്ത് കൊണ്ടുവന്നു. വലിയ പോത്ത് കുറെ ഉണ്ടല്ലേ? കുറെ ഉണ്ട്. എനിക്ക് 2 ലോഡുള്ള തന്നെ വലിയ പോത്തുകൾ കുറെ ഇറക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ. പിന്നെ ചെറിയ കുട്ടികളുണ്ട്. ചെറിയ കുട്ടികൾ 15, 16, 17, 18. ഇത് കൂടുതൽ അതുപോലെ തന്നെ ഞാൻ കണ്ണഞ്ചേനോട് പറയുന്നത് കൂടുതലും കച്ചവടക്കാർ കുറെ പേര് വന്നിട്ടുണ്ടല്ലേ? കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കച്ചവടക്കാരെ നിരക്ക് മേടിച്ചിട്ടുണ്ട്. 20-30 കന്നാരി കച്ചവടക്കാർ മേടിച്ചിട്ടുണ്ട്. അവർ നിരക്കിന് എടുത്തോണ്ട് പോകും. ഓക്കെ. അപ്പൊ കച്ചവടക്കാർ എടുത്തോണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലാഭം കുറവല്ലേ? നിങ്ങൾക്ക് ലാഭം 250 കിട്ടിയാൽ മതി. അത്രയും മതി. മനസ്സിലായി. ഈ ഒരു പോത്തിനൊക്കെ എന്നാ ചോദ്യം എത്ര ഇറച്ചിയൊക്കെ കിട്ടുന്നതിന്? ഈ പോത്ത് 125 കിലോ വരും. 125 കിലോ ഇറച്ചി. നമ്മൾ എങ്ങനെയാ ശരിക്കും പോത്തിനെ മതിച്ചെടുക്കുന്നത്? മതിച്ചെടുക്കാൻ തന്നെ പോത്ത് കാണുമ്പോഴത്തേന് പോത്തിന്റെ കനപടി കാണുമ്പോ അറിയാം. കിട്ടുമെന്നെടുപ്പോ പോത്ത് കഴുത്ത് കാണാം. അത് നോക്കി നിങ്ങൾ ഇറച്ചി മതി. ഇതിന്റെയൊക്കെ തൊലിയൊക്കെ വലിച്ചു പിടിക്കുന്നു. തൊലി വലിച്ചു പിടിക്കണ പട്ടക്കനം ഉണ്ടാന്ന് നോക്കണതാണ്. ശരി. ഇനി വളരുമെന്നറിയാം. വളരെന്നറിയാം. ഇത് അത്യാവശ്യം 125 കിലോ ഉണ്ട്. 125 കിലോക്ക് മേലെ വരും. ഞാൻ ഇത് ചോദിക്കണത് 45 രൂപ. പിന്നെ അവര് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. നമ്മുടെ ചോദ്യമാണല്ലേ? നമ്മളെ ചോദിക്കുന്ന വില ആരും തരത്തില്ല അല്ലേ? ചോദിക്കുന്ന വില ചന്തയല്ല, നമ്മൾ കൂടുതലേ ചോദിക്കത്തുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. മാന്യമായിട്ട് വിളിച്ചെടുത്താലും ആരും വന്നാലും മാന്യമായ വിലയ്ക്ക് കൊടുക്കും. അതെ. നമ്മള് ഇവിടെ വന്നിട്ട് ആരും അങ്ങനെ പണങ്ങി പോകേണ്ട സാരി വാങ്ങിക്കാതെ പോയിട്ടില്ല ഇതുവരെ. കുറച്ച് ആൾക്കാർ മാത്രം അല്ലേ? അത് ചില ആൾക്കാർ വാങ്ങിക്കാതെ ചില സാമ്പത്തികം കുറവായിരിക്കും. 400, 450 കന്നാലില്ലായിരുന്നു. ചെറുതും വലുതായിട്ട്. അപ്പൊ ഇതേ രീതിയിൽ അടുത്ത ആഴ്ച പ്രതീക്ഷിക്കലല്ലേ? നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ആഴ്ചയും ഒരേ വില അല്ല. നമുക്ക് അവിടെ കിട്ടുന്ന വിലയ്ക്ക് ഇവിടെ കൊടുക്കും. അവിടെ കൂടുവാണെങ്കിൽ ഇവിടെ കൂടും, അവിടെ അപ്പൊ എന്തായാലും പോത്തുകൾ ഇനി അടുത്ത ആഴ്ചയിൽ ഇതിനെക്കാട്ടി കൂടുതൽ പോത്ത് വരും. ഓക്കെ. അപ്പൊ ചെറുതായാലും കാളയും വരും, പോത്തും വരും. അപ്പം പെരുന്നാളിനായാലും വളർത്താനായാലും സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പിന്നെ പുതിയക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള പോത്തുകൾ എല്ലാ ആഴ്ചയും വരുന്നുണ്ടല്ലേ? ഓ ശരി. ഈ കർമ്മത്തിന് അങ്ങനെയുള്ള